നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മളൊരു അടിപൊളി 5.1 ഫുൾ സിസ്റ്റമാണ് കൂട്ടുകാരെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് നമ്മളിവിടെ പുതിയതായി നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു 5.1 ആംപ്ലിഫയർ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോണത് ഈ ആംപ്ലിഫയറിന്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്നും പറയാറുള്ള പോലെ നമ്മുടെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതേപോലുള്ള അടിപൊളി വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇനിയും ഉണ്ടാവും. അപ്പം നമുക്കിന്ന് ഈ ആംപ്ലിഫയറിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ ഒരുപാട് കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ലൈക്ക് ഒന്നും ചെയ്യാറില്ല കേട്ടോ. നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ കമന്റ് ചെയ്യാൻ മറന്നാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും നമ്മുടെ ചാനലിന്റെ ഓരോ ബൂസ്റ്റപ്പ് സ്റ്റേജ് ആണ്. അപ്പൊ നമ്മുടെ ചാനൽ കൂടുതൽ മുന്നോട്ട് വരാനായിട്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറൊക്കെ എന്നെ സഹായിക്കും. അപ്പൊ ഇനി പറഞ്ഞ് ഇതാക്കണില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആംപ്ലിഫയറിന്റെ ഫ്രണ്ടേജിൽ വരുമ്പോൾ നമ്മളൊരു മാറ്റ് ഫിനിഷിലുള്ള ഒരു അക്രലിക്കാണ് നമ്മളിവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. സെൻട്രൽ പോർഷനിൽ ഗ്ലാസ് ടൈപ്പും പിന്നെ ഫുള്ള് മാറ്റ് ഫിനിഷിൽ വരുന്ന പോലെയാണ് നമ്മൾ ഈ അക്രലിക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ കാണാനായിട്ട് നമുക്ക് നല്ല ലുക്കുള്ള രീതിയിൽ തന്നെയാണ് നമ്മളിത് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂട്ടുകാരൊക്കെ കണ്ടിട്ട് പറയാം ആംപ്ലിഫയർ ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ളത്. പിന്നെ ഇതൊരു ഡോൾബി DTS സപ്പോർട്ട് ചെയ്യുന്ന ഒരു അടിപൊളി ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ആംപ്ലിഫയറിന്റെ ഫ്രണ്ടിൽ വരുന്നത്. ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് കൺട്രോൾ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ നമ്മൾ ആദ്യം നമ്മുടെ നെയിം ഇവിടെ ലേബൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ ആദ്യത്തെ കൺട്രോളായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സബിന്റെ ബോഡിയാണ്. പിന്നെ ഇതിലായിട്ട് നമ്മൾ പവർ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിലായിട്ട് നമ്മുടെ USB ഇൻപുട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മൾ ഫ്യൂടെക്കിന്റെ വലിയ ഡിസ്പ്ലേ ഉള്ള റിമോട്ട് കിറ്റാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ തന്നെ പ്രോഗ്രാം ഇൻബിൽട്ട് ആണ്. USB ബ്ലൂടൂത്ത് ഒക്കെ ഇതിൽ തന്നെയുള്ള റിമോട്ട് കിറ്റാണ്. പിന്നെ ഇതിലായിട്ടാണ് നമ്മൾ എൻകോഡർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ രണ്ട് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നേരെ നമുക്ക് ആംപ്ലിഫയറിന്റെ ബാക്ക് സൈഡ് ഒന്ന് കാണാം. നമ്മുടെ ആംപ്ലിഫയറിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഒരു ബാക്ക് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയാണ് വരാം. ബാക്കിൽ നമ്മൾ ഒരു മാറ്റ് ഫിനിഷിലുള്ള ഒരു അക്രലിക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് ആവശ്യമായ രീതിയിൽ ഇതിനെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നമ്മൾ ബനാന സോക്കറ്റുകളാണ് സ്പീക്കർ സോക്കറ്റിനായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇത് നമ്മുടെ ഫ്രണ്ട് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ്, പിന്നെ സറൗണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, സെൻറ്റർ, സബ് ഇങ്ങനെയാണ് നമ്മുടെ സ്പീക്കർ ഔട്ടുകൾ വരുന്നത്. പിന്നെ പവർ സപ്ലൈ ആയിട്ട് നമ്മളിവിടെ കമ്പ്യൂട്ടർ ബോർഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ കണക്ടർ, പിന്നെ നമ്മളിവിടെ ഒരു ഫ്യൂസ് ഹോൾഡറും യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ആംപ്ലിഫയറിന്റെ ഫ്യൂസ് ആണ്. പിന്നെ ഇതിലായിട്ട് നമ്മൾ ഒരു കോളർ ഫാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ മിനി ഡീകോഡർ വരുന്നത്. അതിൽ HDMI, കോയാക്സിയൽ, ഒപ്റ്റിക്കൽ. ഇത് ഡിജിറ്റൽ ആംപ്ലിഫയർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ മിനി ഡീകോഡർ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഓക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ 2 ഓക്സ് ആണ് ഇതിൽ കണക്ഷനിലുള്ളത്, ബാക്കിയൊന്നും ഇവിടെ കണക്ഷനിലില്ല. ഇനി നമുക്ക് ആംപ്ലിഫയറിന്റെ ഇൻസൈഡിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഏതൊക്കെ ബോർഡുകളാണ്, എങ്ങനെയാണ് ആംപ്ലിഫയർ ചെയ്തെടുത്തിരിക്കണമെന്നൊക്കെ നമുക്കിനി കാണാം. അപ്പോൾ ആംപ്ലിഫയറിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഒരു ഇൻസൈഡ് വ്യൂ നമുക്കിപ്പോൾ കാണാം. ഇതേപോലെയാണ് നമ്മൾ ആംപ്ലിഫയർ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ കറണ്ട് ഇല്ല, അതുകൊണ്ട് നമ്മൾ ഫ്ലാഷ് ഇട്ടാണ് വീഡിയോ എടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ട്രാൻസ്ഫോമറിൽ തന്നെ തുടങ്ങാം. നമ്മളിവിടെ ടൈപ്പ് 16 4 ഇഞ്ച് കോർ വരുന്ന ഒരു HD ട്രാൻസ്ഫോമറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ തന്നെ ചെയ്തെടുക്കുന്ന ട്രാൻസ്ഫോമറാണ്. അതേപോലെ തന്നെ ഈ ട്രാൻസ്ഫോമർ ഏകദേശം ഒരു 22 ആംപിയർ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ ആംപിയർ എടുക്കുന്ന ഒരു ട്രാൻസ്ഫോമർ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു ആംപ്ലിഫയറിന്റെ പവർ അല്ലെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത് അതിന്റെ പവർ സപ്ലൈയിലാണ്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമർ പവർ സപ്ലൈകളൊക്കെ ഏത് ടൊറോഡയിലായാലും നമ്മുടെ ഈ കോർ ട്രാൻസ്ഫോമർ ആയാലും നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് നല്ല രീതിയിൽ തന്നെ മാറും. പിന്നെ നമ്മളിതിൽ മെയിൻ ആയിട്ട് 2 പവർ സപ്ലൈ ആയിട്ട് പിരിച്ചിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് സബിനും ഒന്ന് വന്നിട്ട് ചാനലിനായിട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ചാനലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ശക്തിയുടെ 5 ചാനൽ ബോർഡാണ്. പിന്നെ ഈ ആംപ്ലിഫയർ ബോർഡ് ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്ന ഒരു ബോർഡാണ്. പക്ഷെ നമ്മുടെ മാർക്കറ്റിൽ ഏറെക്കുറെ പേരും അവരുടെ പേര് മാറ്റി അടിച്ച്, അതായത് ഈ ശക്തിയുടെ സർക്യൂട്ട് തന്നെ എടുത്ത് അവരുടെ പേരിലാക്കിയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഓഡിയോ ക്ലാരിറ്റി ഉള്ള ഒരു പവർ ആമ്പ് തന്നെയാണ്. പിന്നെ ഞാനിതിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് അങ്ങനെ തന്നെയല്ല ഉപയോഗിക്കുക. ഞാൻ ഇതിൽ എനിക്ക് ആവശ്യമായ രീതിയിൽ ഔട്ട്പുട്ട് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ നമ്മൾ ഈ ബോർഡിന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ലപോലെ മോഡിഫൈ ചെയ്ത് ഓഡിയോ ഔട്ട്പുട്ട് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബോർഡ് ഇവിടെ വർക്കിങ്ങിന് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഒരു ചാനൽ വന്നിട്ട് മാക്സിമം 100 വാട്ട്സ് ആണ് ഇതിന്റെ ഔട്ട്പുട്ട് വരാം. പിന്നെ ഇത് പവർ സപ്ലൈനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വാട്ട്സ് കാൽക്കുലേറ്റ് ചെയ്ത് പിന്നെ നമ്മളിവിടെ അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് കുമാറിന്റെ
ഒരു ഫോർഫെറ്റ് പാരൽ മോണോ ബോർഡാണ്. നമ്മൾ ഫോറംസ് സബ്വൂഫറുകൾക്കൊക്കെ നമ്മൾ ഈ ബോർഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും അതേപോലെ തന്നെ ഓഡിയോയിലായാലും ബോർഡിന്റെ കാര്യത്തിലായാലും നല്ല ക്വാളിറ്റി തരുന്ന ഒരു പവർ ആമ്പാണ്. നമുക്ക് കംപ്ലൈന്റുകൾ വളരെ കുറവുള്ള ഒരു ബോർഡാണ് കുമാറിന്റെ ബോർഡ്. അതുകൊണ്ടാണ് ഞാൻ ഏറെക്കുറെ കാലങ്ങളായിട്ട് കുമാറിന്റെ ബോർഡ് തന്നെ ഉപയോഗിക്കുന്നത്. വേറെ കുറെ ബോർഡുകൾ നമ്മൾ കൊണ്ടുവന്ന സമയത്തൊക്കെ നമുക്ക് കംപ്ലൈന്റുകൾ കൂടുതൽ പ്ലേസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പൊ നമുക്ക് കംപ്ലൈന്റ് കൂടുതൽ ഇങ്ങനെ കിട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുമാറിന്റെ ബോർഡ് നമുക്ക് അത്യാവശ്യം നല്ലപോലെ ലൈഫ് താങ്ങുന്നുണ്ട്. അതുപോലെ നമ്മൾ പറയുന്ന വോൾട്ടേജും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ തന്നെ ഈ ബോർഡ് ഈട് കിട്ടും. ഇതിന്റെ വാട്ട്സ് നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് 250 വാട്ട്സ് ആണ് നമുക്ക് ഈ പവർ ആമ്പിൽ നിന്ന് കിട്ടുക. പിന്നെ നല്ലൊരു വൃത്തിയുള്ള ഒരു ഔട്ട്പുട്ട് ഓണാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ അടുത്തായിട്ട് നമുക്ക് എടുത്ത് പറയേണ്ടത് JJ സറൗണ്ടിന്റെ ഒരു ന്യൂ മോഡൽ 5.1 റിമോട്ട് കിറ്റ് ആണ് ഈ ഒരു ഐറ്റം. ഇതിന്റെ ബോട്ടം ബോർഡാണ് ഈ ഒരു വരുന്ന ഒരു ഐറ്റം. ഇതിൽ നമുക്ക് ഫ്യൂടെക്കിന്റെ മിനി ഡീകോഡറിനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിൽ വരുന്ന എല്ലാ സ്റ്റീരിയോ ഇൻപുട്ടുകളും നമ്മുടെ ഫ്യൂടെക്കിന്റെ മിനി ഡീകോഡറിൽ പോയിട്ട് ഇതിൽ നിന്നാണ് ഓഡിയോ വന്നിട്ട് നമ്മുടെ പവർ ആമ്പിലേക്കൊക്കെ സ്പ്ലിറ്റ് ആയി പോകുന്നത്. ശരിക്കും ഇതിന് 2 സ്റ്റേജ് ആയിട്ടാണ് അവർ ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഇപ്പൊ USB, ഓക്സ്, അതേപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടുകൾ നമ്മുടെ റിമോട്ട് കിറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇതിൽ വരുമ്പോൾ നമ്മുടെ USB, അതുപോലെ ഓക്സ്, ഇത് രണ്ട് നമ്മുടെ സ്റ്റീരിയോ ഇൻപുട്ട് തന്നെ നമ്മുടെ ഈ മിനി ഡീകോഡറിലേക്ക് പോകും. മിനി ഡീകോഡറിൽ നിന്ന് പ്രൊലോജിക് 2 ആയിട്ട് ഓഡിയോ ഈ കിറ്റിലേക്ക് വരും. ഇവിടെ നിന്ന് നേരെ പവർ ആമ്പിലേക്ക് സ്പ്ലിറ്റ് ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഡിയോ കേൾക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാവും ഓഡിയോ എത്രത്തോളം നോർമലി കിറ്റും ഈ കിറ്റും തമ്മിലുള്ള എനിക്ക് ഏറ്റവും ഡിഫറൻസ് തോന്നിയ ഒരു കാര്യമാണ്. നല്ല പോലെ തന്നെ ഇതിന്റെ പ്രോഗ്രാമിലും അവര് ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു ഔട്ട്പുട്ടാണ് ഈ ഒരു ബോർഡ് തരുന്നത്. പിന്നെ ഇത് നമ്മൾ എക്സ്ട്രാ സബ് പ്രീ ആഡ് ചെയ്യാനായിട്ട് ഇതിനകത്ത് സബ് പ്രീം ബിൽഡാണ്. നമ്മൾ സബ് പ്രീ ആഡ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു പോർഷൻ ഡിസേബിൾ ചെയ്ത് ഇവിടെ നിന്നാണ് നമ്മൾ സബ് പ്രീ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു കണക്ഷൻ നമുക്ക് പറഞ്ഞു തരും എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മളിവിടെ സബ് പ്രീ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു പഞ്ചോട് കൂടിയിട്ടുള്ള ഒരു ബേസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് നല്ല വെയിറ്റ് ഉള്ള ഒരു പഞ്ച് ബാസാണ് ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലാവും എങ്ങനെയുണ്ടെന്നുള്ളത്. പിന്നെ ഇതില് USB, ബ്ലൂടൂത്ത് ഒക്കെ ഇൻബിൽട്ട് പ്രോഗ്രാമായി വരുന്ന ഒരു റിമോട്ട് കിറ്റ് ആണ്. ഇതിനകത്ത് ഫ്ലാക്ക്, വേവ് എല്ലാ ഓഡിയോ ഫയലും ഈ ഒരു ഐറ്റം സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതിനായിട്ട് നമ്മൾ ഒരു ബഗ് ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ റിമോട്ട് കിറ്റിനായിട്ട് വെച്ചതാണ്. അപ്പോൾ റിമോട്ട് കിറ്റും അതുപോലെ തന്നെ മിനി ഡീകോഡറും ഈ ബഗ് ബോർഡും തന്നെയാണ് വർക്ക് ആവുന്നത്. പിന്നെ നമ്മളിവിടെ 2 കൂളർ ഫാനാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു കൂളർ ഫാൻ വന്നിട്ട് എയർ ഇന്നും ഒരു കൂളർ ഫാൻ വന്നിട്ട് എയർ ഔട്ട് ആയിട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് അൾട്രാ ഡിജിറ്റലിന്റെ 5.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിലും നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തി നമ്മുടേതായ രീതിയിൽ ടൈം ഡിലേ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ 2 ടെമ്പറേച്ചർ കൺട്രോൾ സെൻസർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആംപ്ലിഫയർ ഹീറ്റ് ആവുന്നതനുസരിച്ചിട്ടാണ് ഇതിന്റെ ഫാന് റൺ ചെയ്യുക. അല്ലാതെ വെറുതെ ഇങ്ങനെ ഓഫ് ടൈമിൽ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കില്ല. അതായത് ആംപ്ലിഫയർ റൺ ചെയ്യണ നേരത്തെ തന്നെ വെറുതെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കില്ല. ആംപ്ലിഫയർ ഹീറ്റ് ആവുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഫാന് റൺ ചെയ്യുക. പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ആംപ്ലിഫയറിന്റെ ഇൻസൈഡ് ആയിട്ട് വരുന്നത്. പിന്നെ മാക്സിമം വയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒതുക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നോയ്സ് കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ ആംപ്ലിഫയറിന് ഇല്ല. അപ്പൊ നമ്മുടെ അടുത്ത് അതും ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആംപ്ലിഫയറിന് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന എല്ലാ സാധനത്തിനും നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടാണ് കൊടുക്കാറ്. ഏതൊരു സാധനത്തിനും നമ്മൾ ആ പറയുന്ന വാല്യൂക്കുള്ള വാറന്റിയും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ഒരു സിസ്റ്റത്തിന് നമ്മൾ ഫുൾ വാറന്റി 1 ഇയറും പിന്നീട് 5 കൊല്ലത്തേക്കും നമ്മൾ സർവീസ് സപ്പോർട്ടും ഈ ഐറ്റത്തിന് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആംപ്ലിഫയറിൽ മാത്രമാണ് അപ്ഗ്രേഡ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ ഈ ആംപ്ലിഫയറിന്റെ പവർ കുറയ്ക്കാനോ കൂട്ടാനോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അസംബിൾഡ് ആമ്പിൽ ചെയ്യാൻ പറ്റും. ഇത് എൻ്റെ ആമ്പ് എന്നല്ല, ഏതൊരു അസംബിൾഡ് ആമ്പിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ആംപ്ലിഫയറിന്റെ കാര്യങ്ങൾ വരുന്നത്. ഇനി നേരെ നമുക്ക് ചെറിയൊരു ഓഡിയോ ടെസ്റ്റ് കേൾക്കാം. ഇവിടെ നമ്മളിപ്പോ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു സ്പെഷ്യൽ റിമോട്ടാണ് വരുന്നത്. നമ്മുടെ നോർമൽ ടൈപ്പ് റിമോട്ട് അല്ല ഈ ഒരു മോഡലിൽ വരുന്നത്. പിന്നെ ഇതില് ഇപ്പൊ 2 ചാനൽ ലെഫ്റ്റ് റൈറ്റും ഒരു 10 ഇഞ്ച് ഡൈനിറ്റി സബ്ബുമാണ് ഞാൻ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബോക്സിലെല്ലാം കണക്ട് ചെയ്ത് നമുക്കിവിടെ വീഡിയോ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോ 2 ചാനലും, അതായത് ഇതിന്റെ തന്നെ ലെഫ്റ്റ് റൈറ്റും
പിന്നെ നമ്മുടെ ഡൈൻറ്റിയുടെ 10 സബ്ബാണ് ഞാൻ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ അടുത്ത് ചെറിയൊരു ഇതുണ്ട്, അത് കാരണം നമ്മൾ വലിയ സൗണ്ടിൽ വെക്കണില്ല, നമ്മൾ ചെറിയൊരു സൗണ്ടിലാണ് ഇപ്പോൾ ഓഡിയോ ചെക്ക് ചെയ്യണത്. ഇപ്പം നമുക്കൊരു ഓഡിയോ പ്ലേ ചെയ്യാം. ഇതിലിപ്പോൾ ഞാൻ ബാക്ക് ലൈറ്റ് ഓഫിങ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, അത് കാരണമാണ് ഇപ്പോൾ ഡിസ്പ്ലേയിലൊന്നും കാണാത്തത്. പിന്നെ ആംപ്ലിഫയർ ഇപ്പോൾ ഫുള്ള് റണ്ണിങ്ങിലാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഇപ്പോൾ പ്രൊലോജിക്ക് 2-ലാണ് കിടക്കുന്നത്. അപ്പം നേരെ നമുക്ക് ഓഡിയോ പ്ലേ ചെയ്യാം.